കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരുകയാണ്. ജെൻസികൾ രാഹുൽ ഗാന്ധിയെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജെൻസികളിൽ പല കുട്ടികളും, പ്രത്യേകിച്ച് 18, 19, 20 വയസ്സൊക്കെയുള്ള കുട്ടികൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്ക് സജഷൻസ് എന്നുള്ള നിലയിൽ ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. വളരെ വൈറലാണ് പല വീഡിയോസ്. നമുക്ക് ആ വീഡിയോസിൻ്റെ റീച്ച് എടുത്ത് വീഡിയോസ് അതുപോലെ കൊടുക്കാൻ കഴിയില്ല, കാരണം അവരിട്ട വീഡിയോസാണ്. പക്ഷെ വളരെ വലിയ റീച്ചാണ് പല വീഡിയോസിനും കിട്ടുന്നത്. രാഹുൽ ഗാന്ധിയോടൊരു താല്പര്യം ഇന്ത്യൻ ജെൻസിന് അല്ലെങ്കിൽ ഇസഡ് ജെൻ ആളുകൾക്ക് വരുന്നതായിട്ടാണ് പുതിയ ചിന്ത. മോദി അധികാരത്തിൽ വന്നപ്പോൾ തുടക്കത്തിൽ മോദിയുടെ ഇൻസ്റ്റഗ്രാമിലും എക്സിലുമൊക്കെ ഫോളോവേഴ്സ് വന്നത് മുഴുവൻ ജെൻസി ആയിരുന്നു, യുവതലമുറയായിരുന്നു. രാജ്യത്തൊരു മാറ്റമുണ്ടാകും, അഴിമതിക്കെതിരെയൊക്കെയുള്ള ശക്തമായ ഒരു മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞ് അതിൽ നരേന്ദ്രമോദിയെ വല്ലാതെ ആളുകൾ ഫോളോ ചെയ്യുമായിരുന്നു. അഴിമതിക്കെതിരെയൊക്കെ വലിയ മൂവ്മെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ അഴിമതിയൊന്നും വലുതായിട്ട് പുറത്ത് കേൾക്കുന്നില്ല. അകത്തുണ്ടായിരിക്കാം, പക്ഷേ പുറത്ത് കേൾക്കുന്നില്ല. അതേസമയം കുറച്ച് ജാതിയും കുറച്ച് മതവും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചില സാധനങ്ങളൊക്കെ കയറി ഫിറ്റ് ചെയ്തപ്പോൾ ജെൻസിക്കൊരു താല്പര്യക്കുറവ് വന്നു. ഡൽഹി സമരത്തോടുകൂടി ശക്തമായി ജെൻസിയെ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പിലെത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനി ഇതിനെ ക്യാഷ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷയം. ഈ പറയുന്ന ജെൻസികൾ പറഞ്ഞിരിക്കുന്ന പല കുട്ടികളും വന്ന് പറഞ്ഞിരിക്കുന്നു, മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ തന്നെ സോണിയാഗാന്ധി, അവരാ പറഞ്ഞ കൂട്ടത്തിൽ കെ സി വേണുഗോപാലിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. കെ സി വേണുഗോപാൽ തുടങ്ങിയവരുടെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കെ സി വേണുഗോപാൽ അത്ര കാലം കഴിഞ്ഞ ആളല്ല, അത്ര വയസ്സായിട്ടുള്ള ആളല്ല, ഇപ്പോഴും വളരെ സജീവമാണ്, പാർലമെൻറ്റ് അംഗമാണ്. പക്ഷെ മല്ലികാർജുൻ ഖാർഗെയെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് ജെൻസിക്ക്. അതേസമയം സച്ചിൻ പൈലറ്റിനെയും ശശി തരൂരിനെയും അവർ വലുതായി ജെൻസി മുന്നിൽ കാണുന്നു. ശശി തരൂരിന് പ്രായമുണ്ട്, അത് മനസ്സിലാക്കുക. ശശി തരൂരിന് പ്രായമുണ്ടെങ്കിലും ശശി തരൂരിനെ ജെൻസിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യയിലെ അതിൻ്റെ ഇടയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നത്. രാഹുൽ ഗാന്ധി രേവന്ത് റെഡ്ഡിയുടെ ഒരു പ്രസ്താവന വന്നത്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ജെൻസി ആയിരിക്കും വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ജെൻസി ആവണോ പ്രായമുള്ള ആളാവണോ എന്നുള്ള അല്ല വിഷയം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കൃത്യമായി പൊളിച്ചെഴുതുമോ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും വലിയ അശാസ്ത്രീയത എന്ന് പറയുന്നത് ICSE, CBSE, സ്റ്റേറ്റ് സിലബസ്, പല സിലബസുകളാണ് രാജ്യത്ത്, പല തരത്തിലുള്ള സിലബസുകളാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സാം സിസ്റ്റമാണ്. അവരെല്ലാം കൂടി വന്ന് UGC ഒരു എക്സാം എഴുതും. അത് പല സ്ട്രീമിൽ പഠിച്ച്, പല ഭാഷയിൽ പഠിച്ച്, പല മീഡിയങ്ങളിലൊക്കെ പഠിച്ച് കയറി വന്നതിന് ശേഷം അവരെല്ലാം കൂടി നീറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ പരീക്ഷ എഴുതണം. ഇതെല്ലാം വളരെ അശാസ്ത്രീയമാണ്. അപ്പോൾ അതൊക്കെ മാറ്റേണ്ട ഒരു സമയം കഴിഞ്ഞു. അത്രയും അശാസ്ത്രീയമായ വിദ്യാഭ്യാസ ഫീൽഡൊക്കെ കിടക്കുമ്പോഴാണ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസ ഫീൽഡൊക്കെ കിടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും യുവജനങ്ങൾ ആകെ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത്. അവർ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലായാലും രാഹുൽ ഗാന്ധിയുടെ എക്സിലായാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടുകളിലേക്ക് അവർ വരുന്നു. രാഹുൽ ഗാന്ധിയിലോട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് രീതിയിൽ ന്യൂ ജെൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇത് ക്യാച്ച് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരുപാട് യുവ നേതാക്കളില്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ധാരാളം പേർ, ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, അബിൻ ബർക്കി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ മറ്റ് അഖിലേന്ത്യാ തലത്തിലെടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ചെറുപ്പക്കാരെ കൂടി, ജെൻസികളെ കൂടി കൈകാര്യം ചെയ്യുന്ന, ജെൻസികളെ കൂടി ഉൾക്കൊള്ളുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം കോൺഗ്രസ് ആലോചിച്ചാൽ തീർച്ചയായിട്ടും അതിനകത്തേക്ക് ആളെ കൂട്ടാൻ കഴിയും. രാഹുൽ ഗാന്ധി ഒരു ഇഷ്ടപ്പെട്ട കഥാപാത്രമായി കഴിഞ്ഞ കുറേ ദിവസമായി ഇത് വരുന്നു. കഴിഞ്ഞൊരു 7-8 വർഷമായി രാഹുൽ ഗാന്ധി ഇതിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു അക്സെപ്റ്റൻസ് ഡൽഹിയിൽ കിട്ടിത്തുടങ്ങിയത്. അത് രാജ്യത്തെ യുവജനങ്ങൾ രാഹുൽ ഗാന്ധിയെയും ശ്രദ്ധിച്ചു തുടങ്ങും. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അത് അദ്ദേഹത്തിന് വേണ്ടത്ര, ഈ പറഞ്ഞ പോലെ യാത്രയൊക്കെ വളരെ മനോഹരമായിരുന്നു, ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തു. പക്ഷേ എങ്കിലും അതിനുശേഷം അത് ക്യാഷ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു തെരഞ്ഞെടുപ്പിലും ക്യാഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ 7ഓളം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ കൃത്യമായി 50% കൂടുതൽ യുവാക്കളെ നിർത്തണം, ഒരു 33% കൂടുതൽ സ്ത്രീകളെ കൃത്യമായി നിർത്തണം. ഇതൊക്കെയാണ് ഇസഡ് ജെന്നിൻ്റെയും ന്യൂ ജെൻ്റെയും ഒക്കെ
ഡിമാൻഡ്. ഈ ഡിമാൻഡുകൾ രാഹുൽ ഗാന്ധി എടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ എടുക്കാൻ പറ്റിയാൽ പലപ്പോഴും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വലിയൊരു ഭാവിയുണ്ട്. അത് സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.